എന്താ ചെറിയച്ച, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. എന്റെ ടെൻഷൻ ഇപ്പൊ നീയാണ് പൂർണിമ. നീ എന്തിനാ കിരൺ ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഇന്ന് ഭക്ഷണം വാരി കൊടുത്ത കാര്യം തന്നെ ഞാൻ പറയുന്നത്. മോളെ, നീ അങ്ങനെയൊക്കെ ചെയ്താ കിരണെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയൊക്കെ ആവില്ലേ? അവന്റെ മനസ്സിൽ അവൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളെല്ലാം തിരിച്ചു കിട്ടുമെന്നുള്ള ചിന്ത വരില്ലേ? അത് ചെറിയച്ച, കിരണിന്റെ വിഷമം കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവൻ എന്റെ അനുജൻ തന്നല്ലേ. ചെറിയച്ച, പൃഥ്വിക്ക് എന്തേലും ഒരു വിഷമം വന്നാ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റുമോ? പൃഥ്വിയെ പോലെ തന്നെയല്ലേ ചെറിയച്ച നമുക്ക് കിരണും. സത്യത്തിൽ കിരൺ എന്ത് തെറ്റാ ചെറിയച്ച ചെയ്തേ? ഈ ഒറ്റപ്പെടലും വിഷമവും ഒക്കെ അനുഭവിക്കാൻ അവനായിട്ട് ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും ചെറുപ്പം മുതൽ അവൻ എന്തൊക്കെ സഹിച്ചു. ആ വേദന കിരൺ പറയുന്നത് കേട്ടപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോ നീ എന്നെ കുറ്റപ്പെടുത്തുകയാണ് മോളെ? അയ്യോ, ഒരിക്കലുമല്ല ചെറിയച്ച. കിരണിനോടുള്ള സഹതാപത്തെക്കാളും സ്നേഹത്തെക്കാളും എത്രയോ ഇരട്ടിയാണ് എന്റെ മനസ്സിൽ ചെറിയച്ചന്റെ സ്ഥാനം. ആരോരും ഇല്ലാത്തൊരു അനാഥനോട് കാണിക്കുന്ന സഹതാപവും സ്നേഹവും മാത്രമായിട്ട് ഞാൻ കിരണിനോട് കാണിക്കുന്ന സ്നേഹത്തെ ചെറിയച്ചൻ കണ്ടാ മതി. ആരുമില്ലാത്തവരൊക്കെ സ്നേഹിക്കാനും വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനും ഒക്കെ ഇവളാരാ? ഇങ്ങനെ പോയാ ഇവിടുത്തെ സ്വത്തുക്കളടക്കം പലതും പൂർണിമ കിരണിനും ദുർഗയ്ക്കും എഴുതി കൊടുക്കും. എന്റെ മകൻ അനുഭവിക്കേണ്ടതൊന്നും മറ്റാർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആ കിരണിനെയും ദുർഗയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അതിനുവേണ്ട വഴികൾ ഉടനെ കണ്ടെത്തണം.